ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കാം. നമ്മുടെ കള്ളൊന്നും ചേർക്കാത്ത അടിപൊളി കള്ളപ്പം ഉണ്ടാക്കിയാലോ? നല്ല അരിയൊക്കെ മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കള്ളപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന കള്ളപ്പമില്ലേ, അതേ ടെക്സ്ചറിൽ അതേ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് തേങ്ങാവെള്ളം എടുക്കാം. തേങ്ങ ഒക്കെ പൊട്ടിക്കുമ്പോൾ കുറച്ച് എടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്ന ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമേ. അപ്പോൾ 1 കപ്പ് തേങ്ങാവെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു 4 മണിക്കൂർ വെച്ചിരുന്നാലും മതി, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിരുന്നാലും മതി. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ നാടൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 3-4 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കാം. പച്ചരി നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം നല്ല വെള്ളം ഒഴിച്ച് ഒരു 6 മണിക്കൂർ കുതിർക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പച്ചരി ഇവിടെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളമൊക്കെ മാറ്റിയെടുത്ത ശേഷമാണ് പച്ചരി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. ചോറിന് പകരം 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാ വെള്ളവും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ലൊരു ടെക്സ്ചറിൽ തന്നെ അരച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ തന്നെ പെർമനൻ്റായി കിട്ടും. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിരുന്നാലും മതി. ഞാനിവിടെ ഓവർനൈറ്റാണ് വെച്ചിരുന്നത് കേട്ടോ. നമ്മുടെ മാവ് കണ്ടോ നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ മാവ് നല്ലോണം മിക്സ് ചെയ്ത് എടുത്ത ശേഷം അപ്പോൾ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിവിടെ അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ നൈസായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ തന്നെ ഹോൾസൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ ഹോൾസൊക്കെ വന്ന ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. കണ്ടോ, അരിയൊക്കെ മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കള്ളപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വരുന്ന മാവ് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. നല്ല ചൂട് മുട്ട റോസ്റ്റിൻ്റെ കൂടെ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ ഒരു അടിപൊളി കോംബോ ആണ് കേട്ടോ ഈ കള്ളപ്പം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് കൂടി അറിയിച്ചേക്കണേ. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.